ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. പോർച്ചുഗീസ് സൂപ്പർ താരമായ ജാവോ ഫെലിക്സ് ബെൻഫിക്കയിലേക്ക് തിരിച്ചു പോവാനുള്ള ഒരുക്കത്തിലായിരുന്നു. അതിൻ്റെ അവസാന ഘട്ടത്തിലായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹം സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസറിലേക്ക് എത്തുകയായിരുന്നു. അൽ നസർ അദ്ദേഹത്തെ ഹൈജാക്ക് ചെയ്തു എന്നുള്ളതാണ് വസ്തുത. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഫാബ്രിസിയോ റൊമാനോയാണ് ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുള്ളത്. അതായത് ജാവോ ഫെലിക്സിനെ സ്വന്തമാക്കുന്നതിൻ്റെ തൊട്ടരികിലായിരുന്നു ബെൻഫിക്ക ഉണ്ടായിരുന്നത്. പക്ഷേ ഒരൊറ്റ ഫോൺ കോളാണ് കാര്യങ്ങൾ എല്ലാം മാറ്റിമറിച്ചത്. അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ നേരിട്ട് ജാവോ ഫെലിക്സിനെ വിളിച്ചു, അൽ നസറിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. ജാവോ ഫെലിക്സിന് ക്രിസ്ത്യാനോയുടെ ക്ഷണം നിരസിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അൽ നസറിനെ തിരഞ്ഞെടുത്തു. കൂടാതെ മികച്ച ഒരു ഫൈനാൻഷ്യൽ പ്രപ്പോസലാണ് ചെൽസിക്കും അതുപോലെ തന്നെ ഫെലിക്സിനും ലഭിച്ചിട്ടുള്ളത്. ചെൽസിക്ക് ആകെ 50 മില്യൺ യൂറോയോളം ഇക്കാര്യത്തിൽ ലഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ 35 മില്യൺ യൂറോയോളമാണ് ജാവോ ഫെലിക്സിന്റെ ഒരു സാലറി വരുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് ഫെലിക്സ് ഇപ്പോൾ മനസ്സ് മാറ്റിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഇവിടെ ഒരു ഏജന്റ് ആയിക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫോൺ കോൾ ആണ് കാര്യങ്ങൾ മാറ്റിമറിച്ചത് എന്നാണ് ഫാബ്രിസിയോ റൊമാനോ നൽകിയിട്ടുള്ള അപ്ഡേറ്റ്. ഏതായാലും റൊണാൾഡോയുടെ താല്പര്യപ്രകാരമാണ് ഫെലിക്സ് ഇപ്പോൾ എത്തുന്നത്. ഇതുകൂടാതെ ആന്റണിക്ക് വേണ്ടിയും അൽ നസർ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്, കുക്കുറയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന റൂമറുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഓഫറുകൾ ഒന്നും നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ജോർഹെ ജീസസിന് കീഴിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്യാപ്റ്റൻസിയിൽ ശക്തമായ ഒരു ടീമിനെ തന്നെയാണ് ഇപ്പോൾ അൽ നസർ പടുത്തുയർത്തുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.